യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഉപവാസത്തിന്റെ 3-ാം ദിവസം ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുവാനും കർത്താവിനെ പാടി സ്തുതിപ്പാനും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കാനും ഒക്കെ ഇടവന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. മരുന്നുകൾ കൂടാതെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞ ആ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. അതോടൊപ്പം ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ വായിച്ചു, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുന്ന വിഷയം അകത്തെ മനുഷ്യൻ എന്ന വിഷയമാണ്. അങ്ങനൊന്നില്ല എന്ന് വാദിക്കുന്ന യുക്തിയുടെ ബോധത്തിന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ചില മറുപടികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണിനെ കുരുടാക്കി കളയുന്ന ദുഷ്ടന വ്യാപാരം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരംഭമായി അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിയൻസ് സഭയ്ക്ക് എഴുതിയ ലേഖനം 1 തെസ്സലോനിയൻസ് 5-ാം അധ്യായം 1 തെസ്സലോനിയൻസ് 5-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. 1 തെസ്സലോനിയൻസ് 5:23 വായിച്ചാണ്. സമാധാനത്തിന്റെ ദൈവം തന്നെ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയെ പറ്റി തന്നെ ഫസ്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുക സമാധാനത്തിന്റെ ദൈവം. അവൻ യുദ്ധക്കൊതിയനല്ല, രക്തക്കൊതിയനല്ല. ഹല്ലേലൂയ. അവൻ സമാധാനത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. വായിച്ചു. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവ് എവിടൊക്കെ ശുദ്ധീകരണം? വായിച്ചാണ്. നിങ്ങളുടെ ആത്മാവ്, പ്രാണൻ, ദേഹം കാക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ബാക്കി കംപ്ലീറ്റ് ആയ സമാധാനത്തിന്റെ ദൈവം ഒരു അരുളപ്പാട് തരികയാണ്. അപ്പോസ്തലനായ പൗലോസിലൂടെ ഒരു അരുളപ്പാട് നൽകുകയാണ്. ദേഹവും പ്രാണനെയും ദേഹിയെയും നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ വലിയൊരു പദ്ധതി വെളിപ്പെടുകയാണ്. ഈ 3 മണ്ഡലങ്ങൾ സ്വസ്ഥമായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പുറമേയുള്ള മണ്ഡലത്തിൽ അനുഭവിക്കുന്ന സ്വസ്ഥത നിലനിൽക്കണമെങ്കിൽ അകമേ ഉള്ള മണ്ഡലം ഓക്കെ ആയിരിക്കണം. പുറമേ താൽക്കാലികമായൊരു വിടുതൽ അനുഭവിച്ചു, ചില പറഞ്ഞില്ലേ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ നല്ലൊരു മാറ്റം തോന്നി. പക്ഷേ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും പല പ്രശ്നങ്ങൾ ബലപ്പെടാൻ തുടങ്ങി. എന്താ കാര്യം? ദേഹത്തിൻ്റെ മേൽ ചിലത് നടന്നു. പക്ഷേ അതിനനുസരിച്ച് അകത്തൊരു മാറ്റം വന്നില്ല, അകത്തൊരു പരിവർത്തനം ഉണ്ടായില്ല. ഹല്ലേലൂയ. അകത്തൊരു പരിവർത്തനം വരുന്ന ഒരനുഭവം ഉണ്ടായ, അതാ ഇന്നർ ഹീലിംഗ്. അകത്തൊരു സൗഖ്യം വന്നാൽ അതിന്റെ റിസൾട്ട് പുറം മണ്ഡലത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. പിന്നെ അതിനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഒരു സാഹചര്യത്തിൽ മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു, നല്ലത് മുളച്ചു, നല്ലത് വളർന്നു. പക്ഷെ മുള്ള എന്ത് ചെയ്തു? ഈ നല്ല കിളിച്ചു വന്ന വിത്തിനെ എന്ത് ചെയ്തു? അതിനെ വളർച്ചയെ തടസ്സപ്പെടുത്തി, ഞെരുകി കളഞ്ഞു. അകത്തിരിക്കുന്ന മുള്ളുകളും പറക്കാരകളും ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പുതിയ ചിലത് നിങ്ങളുടെ അകത്തോട്ട് നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. റോമൻസ് 12:2 നമുക്ക് വായിക്കാം. റോമൻസ് 12-ാം അധ്യായം 2-ാം വാക്യം. ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള, കേട്ടോ, ദൈവഹിതത്തിന്റെ പ്രത്യേകത നന്മ, പിന്നെ പ്രസാദം, പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ, അത് തിരിച്ചറിയണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ മനസ്സ് പുതുക്കുന്ന പ്രോസസ്സാണ്, അല്ലെ മനസ്സ് പുതുക്കുമ്പോഴാണ് ഇന്നർ ഹീലിംഗ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. എൻ്റെ സ്പിരിറ്റിന്റെ മേൽ, എൻ്റെ സോളിന്റെ മേൽ
എന്റെ ദേഹിയുടെ മേൽ, എന്റെ ആത്മാവിന്റെ മേൽ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ അതിന്റെ റിസൾട്ട് പുറത്തു വരും. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ പൂർണ്ണതയുടെ ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി അത് ചെയ്തെടുക്കുന്നവന്റെ, പരിപൂർണമായത് നിവർത്തിക്കുന്നവന്റെ വ്യാപാര ശക്തി നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനിട വരും. കുറച്ച് ചെറിയ മാറ്റം നോ, പൂർണ്ണ തലത്തിൽ നിങ്ങൾക്ക് അറിയുവാനും അനുഭവിക്കുവാനും ഇന്ന് പകൽക്കാലം ഇടവരട്ടെ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ചെറുത് ശക്തി കർത്താവിനെ ശ്രദ്ധിച്ചാണ്. ഒരു ഇന്നർ ഹീലിംഗിന്റെ ബേസ്മെന്റ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. എന്താ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. മനസ്സിൽ കുന്നുകൂടിയിരിക്കുന്ന ഭയം, മനസ്സിൽ കുന്നുകൂടിയിരിക്കുന്ന വേണ്ടാത്ത ചിന്തകൾ, മനസ്സിൽ കുന്നുകൂടിയിരിക്കുന്ന വേണ്ടാത്ത ഡോക്ട്രിൻസ് എല്ലാം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പൊട്ടി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? ഉണ്ടെന്നേ. മീറ്റിംഗ് കഴിഞ്ഞ് അല്ലെങ്കിൽ മീറ്റിംഗിന് ആരാധന മധ്യം ഒന്ന് പ്രാർത്ഥിച്ചു, ആ സൗഖ്യം കിട്ടി, സാക്ഷ്യം പറഞ്ഞു. 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ അസ്വസ്ഥമായിട്ട് വന്ന് നിൽക്കാനല്ല, ഒരു ഇന്നർ ഹീലിംഗ് ഉണ്ടാകണം. അകത്തൊരു സൗഖ്യം ഉണ്ടാകണം. ദേഹിയുടെ മേൽ, ആത്മാവിന്റെ മേൽ സൗഖ്യത്തിന്റെ ശക്തി അനുഭവിച്ചറിയണം. അതിനെന്തുണ്ടാകണം? എന്ത് സംഭവിക്കണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. മനസ്സിലാക്കി കർത്താവിനെ സ്തുതിച്ചാണ്. മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ്. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ബാലന്റെ അപ്പനോട് യേശു പറയുന്ന കാര്യങ്ങൾ ആദ്യം വായിച്ചത്. ഇത് ചെയ്തു തരുവാൻ ഞാൻ മതിയായവൻ, അല്ലെങ്കിൽ ഇതിന് ഈ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എൻ്റെ പക്കലുണ്ട് എന്ന് നീ വിശ്വസിച്ച ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ റൈറ്റ് നൗ, ഈ നിമിഷം തന്നെ ഒരു മറുപടി ഉണ്ടാവും. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനെ ആ വാക്യ അടിസ്ഥാനത്തിൽ ഞാൻ വായിക്കാനല്ല ആഗ്രഹിച്ചത്, അതിനെ നിങ്ങളുടെ അർത്ഥം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതിന് അപ്പൻ പറഞ്ഞ മറുപടി, യേശുവിനോട് അപ്പൻ പറഞ്ഞ മറുപടി, അതിന് ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. എന്താ ബാലന്റെ അപ്പൻ പറഞ്ഞത്? ഞാൻ വിശ്വസിക്കുന്നു, എന്റെ വിശ്വാസത്തിൽ സഹായിക്കണമേ. ഹല്ലേലൂയ. അപ്പൊ എന്റെ അവിശ്വാസത്തെ നീക്കണമേ എന്നാ എന്റെ അർത്ഥം. എവിടെങ്കിലും അവിശ്വാസത്തിന്റെ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് മാറി ഞാൻ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ എന്റെ അപ്പ ഇടവരണേ. അപ്പ എനിക്ക് ഭയങ്കര വിശ്വാസം, പക്ഷെ എവിടെങ്കിലും ഒരു തരിയെങ്കിലും അവിശ്വാസത്തിന്റെ ഒരു ഘടകമുണ്ടെങ്കിൽ അതിന് ഞാൻ സ്വതന്ത്രനാകാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. എന്താ വിഷയം എന്നറിയാമോ? ഒരു പയ്യനെ പ്രാർത്ഥിക്കാൻ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയി. അവന്റെ പ്രശ്നം, അവൻ ഭൂതത്താൽ നിറഞ്ഞവനാണ്. ആ ഭൂതം, അവന്റെ മേൽ വ്യാപരിക്കുന്ന ഈവിൾ സ്പിരിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് പവേഴ്സ് അവന്റെ ശരീരത്തിൽ ഖണ്ഡനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിലല്ല ഇരിക്കുന്നത്, അകത്താണ് ഇരിക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? അകത്തിരിക്കുകയാണ്. അകത്തിരുന്നുകൊണ്ട് ഈ ശരീരത്തിന് ഉണ്ടാക്കാവുന്ന ദണ്ഡനമെല്ലാം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, പക്ഷേ എന്തു സംഭവിച്ചില്ലെന്നറിയാവോ? പയ്യന് സൗഖ്യം ഉണ്ടായില്ല. പയ്യന്റെ ഭൂതം പോയില്ല. ശാസിക്കാഞ്ഞിട്ടല്ല, പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, പക്ഷെ പോയില്ല. അപ്പൊ യേശുവിനോട് പറയാം, അപ്പാ യേശുവെ, തമ്പുരാനെ, അങ്ങയുടെ ശിഷ്യന്മാരുടെ അടുത്ത് ഞാൻ എൻ്റെ മകനെ കൊണ്ടുവന്നു, പക്ഷേ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ യേശു കൊടുക്കുന്ന മറുപടി എന്താ? നിനക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടപ്പോ ഭയങ്കര വിശ്വാസം, പക്ഷെ എവിടെങ്കിലും അവിശ്വാസത്തിന്റെ ഘടകമുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കണേ. അപ്പ എനിക്ക് സൗഖ്യം വേണം.
ഒരു വാഞ്ചയുണ്ടായി. വാഞ്ച എവിടെ ഉണ്ടായത്? അകത്ത്. എൻ്റെ ദേഹിയുടെ മേൽ, എൻ്റെ ആത്മാവിൻ്റെ മേൽ ഭയങ്കര ഒരു കൊതിയുണ്ടായി. എന്താണെന്നറിയോ കൊതി? യേശു മുഖാന്തരമുള്ള ഹീലിംഗ് ഞാൻ കാണും. വായിച്ചാട്ടെ. എന്നാലും പുരുഷാരം ഓടിക്കൂടുന്നത് അവൻ കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും അവന്റെ ആ പയ്യന്റെ മേൽ വ്യാപരിച്ചിരുന്ന ആത്മാവ് എന്താ നോക്കിക്കോണേ, ഊമനും ശെകിടനുമായിരുന്ന ആത്മാവ്. അപ്പം ഈ അകത്ത് കയറിയ ആത്മാവ് ഫിസിക്കിനെ ബാധിച്ചേ, ശരീരത്തിൽ ബാധിച്ചേ, ആ ശരീരത്തിൽ ഒരു ബന്ധനമുണ്ടാക്കിയേ, അവനെ കൊണ്ട് സംസാരിക്കാനുള്ള അവന്റെ ശേഷിയെ ഈ ആത്മാവ് അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. പറഞ്ഞാലും കേൾക്കത്തില്ല, ചെവി അടച്ചു, വായു അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അത് ഏതെങ്കിലും ഒരു മെഡിക്കൽ ടൈം ഇട്ടത് കൊണ്ട് അല്ലെങ്കിൽ കുറെ മരുന്ന് കഴിച്ചത് കൊണ്ട് ആ ബന്ധനം അഴിയത്തില്ല. കാരണം അവന്റെ അകത്ത് ഒരാത്മാവിരിക്കുകയാണ്. അതിനെ യേശു എന്ത് ചെയ്തു? ശാസിച്ചു. വായിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടുപോകും. ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടു പോയി. ശ്രദ്ധിച്ച് ഞാൻ കണ്ടൊരു വിഷയമാണ്. ഇവന് കേൾക്കത്തില്ല. ഞാൻ എൻ്റെ കൂടെ ശുശ്രൂഷയിൽ റാന്നിയിൽ വന്ന സഹോദരൻ, അവിടെ ഇതുപോലെ കേൾവിയില്ലാത്ത, സംസാരശേഷിയില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. അത് കേൾക്കത്തില്ല. നമ്മളെന്തോ പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. അതിന് ആംഗ്യ ഭാഷയിലൂടെ കാര്യങ്ങൾ മനസ്സിലാവും, പക്ഷേ കേൾക്കത്തില്ല, സംസാരിക്കത്തില്ല. ഊമനും കേൾവി ശക്തി ഇല്ലാത്തവനുമായ ഒരു വ്യക്തി. അപ്പൊ അവനോട് യേശു പറഞ്ഞാൽ അവൻ എങ്ങനെ കേൾക്കും? റാന്നിയിൽ നടന്ന മീറ്റിങ്ങിനകത്ത് അവനെ നോക്കി സംസാരശേഷി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, കേൾക്കുവാനുള്ള ശക്തി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. പെട്ടെന്ന് അവൻ പിടഞ്ഞെടുത്ത് താഴെ പോയി. എഴുന്നേറ്റവൻ യേശുവിനെ സ്തുതിച്ചു, എഴുന്നേറ്റവൻ സംസാരിച്ചു. അപ്പം ശാസിച്ചപ്പോൾ ഇവന്റെ അകത്തിരുന്ന ആത്മാവ് അവനെ മറിച്ചിട്ട് അവനെ നിലത്തിട്ട് ഉരുട്ടി എന്ത് ചെയ്തു? അവന്റെ അകത്തുനിന്ന് പൊക്കളഞ്ഞു. വിശുദ്ധ ബൈബിള് 24 hours കൊണ്ടു കിടക്കുന്ന പലരും ചോദിക്കാറുണ്ട്, പലരുടെയും വായി ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങോട്ട് കൈ നീട്ടുന്നുണ്ട്, ഉരുട്ടിയിടുന്ന കുറേ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു ചെയ്തത് തെറ്റാന്നല്ലോ ഇവരുടെ തീയതി അനുസരിച്ചാണെങ്കിൽ. യേശു ബദരനും ഊമനുമായ വ്യക്തിയെ നോക്കി അവൻ അകത്തിരിക്കുന്ന ആത്മാവിനെ ശാസിച്ചു. അവൻ ഓൺ ദ സ്പോട്ടിൽ താഴെ വീണു. അവൻ അവിടെ കിടന്ന് എന്ത് ചെയ്തു? ഉരുണ്ടെന്ന് എന്ത് ചെയ്തു? കിടന്ന് പെടഞ്ഞ് അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി. അപ്പൊ കൈ നീട്ടുമ്പോൾ, ശാസിക്കുമ്പോൾ ആള് വീഴുവേ. അപ്പൊ യേശുവിന്റെ ശുശ്രൂഷയൊക്കെ ഒന്ന് ശരിക്കും വായിച്ചാൽ വീഴുന്നുണ്ടോ? ദാവീദിന്റെ കിഞ്ചരം കൊണ്ടിരിക്കരുത്. ആ കിഞ്ചരം കൊണ്ടിരിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് ഇതുകൂടെ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിംശോൻ ചെയ്ത അസാധാരണമായ അമാനുഷികമായ പ്രവൃത്തികളെ വർണ്ണിച്ച് പ്രസംഗിക്കുന്നവരും ഇതൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരാരും നാസ്തികക്കാരായിരുന്നില്ല. അവർ പ്രവൃത്തിയുടെ ശാസ്ത്രത്തിൽ വിശ്വസിച്ചവരായിരുന്നില്ല. പ്രവർത്തിച്ച് സകലം നിവർത്തിച്ചവനുള്ള വിശ്വാസത്തിൽ അവർ സകലം ചെയ്തു. അപ്പൊ ഇവിടെ യേശു ശാസിച്ചു. ഈ ശാസിച്ചത് ഇവനല്ല കേട്ടത്, ഇവന്റെ അകത്തിരിക്കുന്നവനാണ് കേട്ടത്. ഇവനല്ല കേട്ടത്, ഇവന്റെ അകത്തിരിക്കുന്നവനാണ് കേട്ടത്. ആ ചിലരുടെ അകത്തിരിക്കുന്നതിന് ചിലരെ തിരിച്ചറിയാൻ പറ്റും. ചിലരുടെ അകത്തിരിക്കുന്നതിന് ചിലരെ തിരിച്ചറിയാൻ പറ്റും. അതാ അസ്വസ്ഥമാകുന്നത് ചിലരെ കാണുമ്പോൾ. ചില അകന്നു പോകുന്നതിന്റെ കാരണം അതൊക്കെയാണ്. ഹല്ലേലൂയ. അപ്പൊ എന്ത് സംഭവിച്ചു? അപ്പോൾ അത് നിലവിളിച്ചു അവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടു പോയി. മരിച്ചുപോയി എന്ന് പലരും പറവാൻ തക്കവണ്ണം അവൻ മരിച്ച പോലെയായി എന്ന് പറഞ്ഞാൽ ചലനമില്ലാതായി. അവന്റെ അകത്തെ സാധനം
അനക്കമില്ല. അപ്പൊ അവിടെ കൂടി പോലെ ആദ്യമായിട്ട് ഈ സംഭവം കാണുന്നു. അവർ പറഞ്ഞു, അയ്യോ അവൻ പോയടാ, ആള് പോയടാ. യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി അവൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. 27 വായിച്ചു. ഇവിടെ ഒരു പിതാവിന്റെ വിശ്വാസത്തെയാണ് ആദ്യം നമ്മൾ കാണുന്നത്. പിതാവിന്റെ വിശ്വാസം, അതാണ് യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടാനുള്ള ഒരു അടിസ്ഥാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ യേശു സംസാരിച്ചത് അവനോടല്ല, അവൻ്റെ അകത്തിരിക്കുന്ന ഭൂതത്തോടാണ്. ഇന്നർ ഹീലിംഗ് എന്ന വിഷയം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ അകത്തിരിക്കുന്ന ഭൂതത്തോടാണ് യേശു സംസാരിച്ചത്. അതിനോട് കഥ പറയായിരുന്നില്ല, അതിനെ ശാസിച്ച് പുറത്താക്കി. അകത്ത് കുടിയിരിക്കുന്ന ചിലതിനെ ശാസിക്കാനുള്ള ആത്മീയ അധികാരം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 31-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇപ്പൊ യേശുവിന്റെ അത്ഭുതങ്ങൾ കണ്ടവരാണ് ശിഷ്യന്മാർ, അല്ലേ? അവർക്ക് ഈ ശിഷ്യന്മാർക്ക്, വായിക്കരുത്, ഈ ശിഷ്യന്മാർക്ക് ഈ പയ്യനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ രഹസ്യമായിട്ട് യേശുവിനോട് ചോദിക്കുന്ന സംഭവമൊക്കെ ആ മർക്കോസിന്റെ 9-ാം അധ്യായത്തിന് തുടർന്നുള്ള വാക്യത്തിൽ കാണുന്നു. കർത്താവ്, എന്താ ഞങ്ങൾക്ക് ഇത് പറ്റാഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്ന ഭാഗമുണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന യേശുവിന്റെ ശിഷ്യന്മാരുടെ രീതി മാറുക. 2-ാം അധ്യായത്തിൽ കാണുന്നു, ഒറ്റ പ്രസംഗം കൊണ്ട് 3000-ലധികം പേർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. 3-ാം അധ്യായത്തിൽ അസാധാരണമായ വീര്യപ്രവൃത്തി നടക്കുക. പക്ഷെ 4-ാം അധ്യായത്തിൽ പേടിച്ചു വായെന്ന്, ഉപദ്രവം ഏറ്റു പേടിച്ചു വായെന്ന് വീര്യപ്രവൃത്തി ചെയ്തവർ അകത്ത് കയറിയിരിക്കുക. ഭയപ്പെട്ടു പോയി, ശക്തി ക്ഷയിച്ചു പോയി, പേടിച്ചു പോയി. അവരകത്തിരുന്ന്, കർത്താവേ നീ കാണുന്നില്ലയോ? അവരവരുടെ സങ്കടങ്ങളെ ആരോട് പറയുക? പ്രാർത്ഥിക്കുകയായിരുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവർ നെഞ്ചുപൊട്ടി നിലവിളിക്കുകയാണ്. അവരുടെ ഉള്ളിലെ സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം ഇവിടെ ഇറക്കി വെക്കുക. ഞങ്ങള് അങ്ങയുടെ നാമത്തിലാണ് ഇറങ്ങിയത്, അങ്ങയുടെ പരിശുദ്ധന്റെ നാമം പറഞ്ഞു, സൗഖ്യം വിടുതലും ഉണ്ടായി. പക്ഷെ ഞങ്ങൾക്ക് നേരെയുള്ള പീഡനങ്ങളെ അങ്ങ് കണ്ടില്ലേ? 31-ാം വാക്യം വായിച്ചാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും കേട്ടോ, അവിടെ മറ്റൊരാളെത്തി. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിടത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ചുമ്മാതെ ജിബ്രിഷ്, അതരജൽപ്പന നടത്തരുത്. അതര വ്യായാമമല്ല പ്രാർത്ഥന, ഹൃദയത്തിന്റെ സമർപ്പണമാണ് പ്രാർത്ഥന. നിന്റെ ഉള്ളത്തെ തുറക്കുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ശൈലി, പ്രാസം, തുടക്കം, ഒടുക്കം, അതിന്റെ ഏറ്റക്കുറച്ചുകൾ, ഗ്രാഫ്, നിന്റെ ഉള്ളത്തിൽ നിന്നുള്ളതായിരിക്കട്ടെ പ്രയർ. പ്രയർ എന്ന് പറയുന്നത് ഒരു പവർഫുൾ വെപ്പണാണ്, മൂർച്ചയുള്ള ഒരു ആയുധമാണ്, ശക്തിയുള്ള ഒരു ആയുധമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് ചുമ്മാതിട്ട് കുലുങ്ങുകയല്ലേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ദൈവവചനം ധൈര്യത്തോടെ കേട്ടോ. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരുടെ അകത്തെ വ്യക്തിത്വത്തിന് ബലമുണ്ടായി. അകത്ത് ബലം വന്നെങ്കിലേ പുറത്ത് അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകത്തുള്ളൂ. ബലം ഉണ്ടെന്ന് നടിച്ചത് കൊണ്ട് ബലം ഉണ്ടാകത്തില്ല. ഞാൻ തൻ്റെ ഇടത്തോടെ നേരിടുകയായി പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്ന പലരും അകത്ത് കയറി കിടന്ന് വലിയ വലിയ കരയാറുണ്ട്. പക്ഷെ കരയേണ്ട ഒരിടം ഉണ്ടെന്ന് പറഞ്ഞ യേശുവിന്റെ സന്നിധി. യേശുവപ്പയുടെ സന്നിധിയിൽ നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിന്റെ അകത്തെ വ്യക്തിത്വം, ആളത്വം ബലമായി മാറും. പിന്നെ കരയേണ്ടി വരത്തില്ല. ലോകക്കാരന്റെ മുമ്പിൽ നിനക്ക് കുനിഞ്ഞു നിൽക്കേണ്ട വരത്തില്ല. ശത്രുവിന്റെ ബലത്തെ കെടുത്തിക്കളയുന്ന വ്യാപാര ശക്തി നിന്നിലൂടെ ഒഴുകുന്നത് ലോകം കാണുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തെ ശക്തിയോട് സ്തുതിക്കാണ്. നിന്നിലൂടെ ചിലത് വെളിപ്പെടാൻ പോകുന്നു. ഒരു സീസൺ നിന്നിലൂടെ തുടങ്ങാൻ പോകുന്നു. അകത്തെ നിറയ്ക്കുന്ന
അകത്ത് വന്ന് നിറഞ്ഞപ്പോൾ അവർ ശക്തി നിറഞ്ഞവരായി. ശക്തിയോടെ ദൈവവചനം പ്രസംഗിച്ചു. പിന്നെ ഭയമുണ്ടായില്ല. പിന്നെ തങ്ങൾക്ക് എന്ത് വരുമെന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായില്ല. കാരണം ഞങ്ങളെ ശക്തീകരിക്കുന്നതിന് മുഖാന്തരം, അത് പറഞ്ഞ്, ഞങ്ങളെ ശക്തീകരിക്കുന്നതിന് മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ സകലതും. ഹല്ലേലൂയ. അതിന്റെ 33-ാമത്തെ വാക്യം വായിച്ചു. 33 ആ അധ്യായത്തിന്റെ 33. അപ്പോസ്തലന്മാർ കേട്ടോ, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവരിലും ധാരാളം കൃപ സപ്ലൈ ചെയ്യപ്പെട്ടു. കേട്ടോ, കിട്ടുന്നുണ്ടോ? എപ്പോഴാ? ഇന്നർ ഹീലിംഗ് ഉണ്ടായപ്പോൾ. ഇന്നർ ഹീലിംഗ് ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധ പനി മാറുന്ന ചുമ മാറുന്ന വിഷയമല്ല. അതൊക്കെ സാക്ഷ്യങ്ങൾ നിരന്തരം നിങ്ങൾ കേൾക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചു, ഇന്ന അസുഖം മാറി, ഇന്ന ബന്ധനം കഴിഞ്ഞു, അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല കാര്യം. പ്രാർത്ഥിച്ച് വിടുതലുണ്ടായെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആ പ്രാർത്ഥിച്ച ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ അസാധാരണത്വമല്ല, അസാധാരണത്വം യേശുവിൻ്റെതാണ്. അസാധാരണമായ ഒരു ശക്തി, യേശുവിൻ്റെ മഹാകൃപ, ഹല്ലേലൂയ, നിങ്ങളുടെ മേൽ വന്നതുകൊണ്ടാണ് സൗഖ്യമുണ്ടായത്. സൗഖ്യം നിലനിൽക്കണമെങ്കിൽ ഇന്നർ ഹീലിംഗ് ഉണ്ടാകണം. ഹല്ലേലൂയ. പേടിച്ചിരുന്നവർ ബലപ്പെട്ടു. എപ്പോഴാ? എന്റെ ഫിസിക്കൽ ആവശ്യമായ കുറെ ഫുഡ് കഴിച്ചപ്പോഴാണ്. സംഘടനാബലങ്ങളും സംഘശക്തികളും അതിൻ്റെയൊക്കെ പിൻബലത്തിൽ ആത്മീയ ഗ്രൂപ്പുകൾ ചലിക്കുന്ന ആത്മീയ ഗ്രൂപ്പുകൾ എനിക്കറിയാം. ആത്മീയ ഗ്രൂപ്പുകൾ എന്ന് പേരുള്ള ആത്മീയ ഗ്രൂപ്പ് എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. ഒരു കൺവെൻഷൻ വെച്ചാൽ, മീറ്റിംഗ് വെച്ചാൽ ചില സംവിധാനങ്ങൾ പുറത്ത് കാവൽ നിൽക്കും. ഹല്ലേലൂയ. അത് ആത്മീയ ഗ്രൂപ്പ് എന്ന് എനിക്ക് വേണ്ടി വിളിക്കാൻ സാധിക്കത്തില്ല. ആത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞവന് ഈ പറയുന്ന സാധനങ്ങളിലെ, ഈ പറയുന്ന സംവിധാനങ്ങളുടെ പ്രൊട്ടക്ഷൻ ആവശ്യമില്ല. ഊരിപ്പിടിച്ച വാളുമായി ഖേബുകൾ കാവലിറങ്ങും. സ്വർഗീയ ദൂതന്മാർ നിനക്ക് കാവലായി ഇറങ്ങും. ആ ബോധ്യം നിന്റെ അകത്ത് വ്യാപരിക്കപ്പെടണമെങ്കിൽ നിന്റെ അകത്ത് ബലമുണ്ടാകണം, നിന്റെ അകത്ത് ധൈര്യം ഉണ്ടാകണം, നിന്റെ അകത്ത് ശക്തി കൊണ്ട് നീ നിറയണം. മഹാശക്തിയോട് അവർ ശുശ്രൂഷിച്ചു. അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാൽ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം വേഗം എടുക്കണേ. യോഹന്നാൻ 14:27. യോഹന്നാന്റെ സുവിശേഷം 14:27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. എവിടെ? എന്താ? നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. മൈൻഡ് സെറ്റ് ടോട്ടലി, ചിന്തകളും ആശയങ്ങളും എല്ലാം മറ്റൊരു തലത്തിലാണ് പോകുന്നെങ്കിൽ നിനക്ക് ജയമെടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. മണിക്കൂറുകൾ കിടന്ന് വർക്കൗട്ട് ചെയ്താൽ നിന്റെ ബോഡിക്ക് ഒരു ഷേപ്പ് ഉണ്ടാകും. നല്ല കാര്യം, ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കിക്കും. പക്ഷെ ഈ ഷേപ്പ് കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദണ്ടുകൊണ്ടും വാളുകൊണ്ടും ഒക്കെ പരിശീലനം കിട്ടിയാൽ ശത്രുവിന്റെ നേരെ എന്താ പോരാടാം എന്നൊക്കെയുള്ള ചിന്താഗതി വരും. പക്ഷേ അദർശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ശത്രുവിനെ നേരിടാൻ വാളിനും ദണ്ടിനും കഴിയത്തില്ല. കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോണേ. നിന്റെ തോക്കിനും വാളിനും മുപ്പല്ലിക്കും തൃശൂലത്തിനും വടിവാളിനൊന്നും അദർശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ശക്തിയെ നേരിടാൻ കഴിയത്തില്ല. ആദർശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ശക്തിയെ ആശ്രയിക്കുന്നവർ ചേർന്ന് കർത്താവിനെ ശക്തിയോട് സ്തുതിച്ചാട്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാക്ഷങ്ങളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മ ശക്തികളോടും അത്രേ. കാരണം എൻ്റെ അകം ഈ അദർശമണ്ഡലവുമായി കണക്റ്റഡാണ്. എൻ്റെ അകം ഈ അദർശമണ്ഡലവുമായി കണക്റ്റഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പേടിക്കുകയില്ലെന്നേ, അതുകൊണ്ട് തന്നെ ഭയപ്പെടുകയില്ലെന്നേ. ഹല്ലേലൂയ. എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും സമാധാനത്തിന്റെയും ആത്മാവാണ്. സ്തോത്രം. ഒരധ്യായം നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 51-52 വാക്യങ്ങൾ. മർക്കോസ് 10-51-52 വാക്യങ്ങൾ. മർക്കോസ് 10-ാം അധ്യായം 51-52 വാക്യങ്ങൾ.
ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ആ. നീ ഇച്ഛിക്കുന്നു ഉം. എന്ന് ചോദിച്ചതിന് ആ. റബ്ബുനി, റബ്ബുനി, എനിക്ക് കാഴ്ച എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് കുരുടൻ അവനോട് പറഞ്ഞു. കുരുടൻ അവനോട് പറഞ്ഞു, ദൃശ്യമായ മണ്ഡലത്തെ കാണാൻ കഴിയാത്ത ഒരു ശാരീരിക പ്രശ്നം നേരിടുന്നു, ശരീരത്തിൽ ഒരു പ്രശ്നം നേരിടുന്നു. കേട്ടോണേ, ഈ ശരീരത്തിൽ നേരിടുന്ന പ്രശ്നത്തിനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും അല്ലേ? എന്നാൽ ചില മണ്ഡലങ്ങളെ ചികിത്സിച്ചാൽ മാറത്തില്ല അല്ലേ? നാളുകളായി സൗഖ്യം കാത്ത് സൗഖ്യത്തിനു വേണ്ടി ഓടി നടന്ന ഒരു ചെറുപ്പക്കാരൻ എനിക്ക് കാഴ്ച ലഭിക്കണമെന്ന് യേശുവിനോട് പറയുകയാണ്. വായിച്ചാട്ടെ. യേശു അവനോട് പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച കേട്ടോ. എപ്പോഴാ ഇത് പറഞ്ഞ മാത്രമേ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ആഴത്തിലുള്ള വിശ്വാസത്തിന്റെ മരുന്നുമായി ഒരു വിടുതലുണ്ടാകുകയാണ്. ആ മരുന്നിനെ വർക്കൗട്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഉടനെ അവന് സൗഖ്യമുണ്ടായി, അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. ഒരാമീൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. എങ്ങനെ സൗഖ്യം നടന്നേ? ബാഹ്യമായ മണ്ഡലത്തിൽ ശരീരത്തിന്റെ മേൽ സൗഖ്യം നടന്നു. എപ്പോൾ? അകത്തെ മണ്ഡലത്തിൽ വിശ്വാസത്തിന്റെ തീയത്തിൽ. ആ വിശ്വാസത്തിന്റെ ശക്തിയെ ആരറിഞ്ഞു? യേശുനാഥൻ മനസ്സിലാക്കി. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. എന്തവൻ കൊതിച്ചോ, എന്തവൻ വിശ്വസിച്ചോ, എന്തവൻ ആഗ്രഹിച്ചോ, അത് തന്നെ അവന് സംഭവിച്ചു. രാമീൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. നമുക്ക് ഒരു അധ്യായത്തിന്റെ 2 വാക്യങ്ങളുടെ 3-4 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എബ്രായർ 4-ാം അധ്യായം 12-ാം വാക്യം. എബ്രായർ 4:12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ പ്രാണനെയും ആത്മാവിനെയും ദേഹം ദേഹി ആത്മാവ് ഇവിടെ പഠിച്ചു. 1 തെസ്സലോനിയൻസ് 5:23 പഠിച്ച വിഷയമാണ് ഇവിടെ നമ്മൾ കാണുന്നത് അല്ലേ? ഈ 3 മേഖലയിലൂടെ കടന്നു ചെല്ലുന്ന വചനമെന്ന വാൾ. ആ വചനമെന്ന വാൾ അത് തുളച്ചു ചെല്ലുന്നതാണെന്ന് പറഞ്ഞാൽ നിന്റെ ദേഹത്തിൽ എന്തിരിക്കുന്നു, നിന്റെ ദേഹിയിൽ എന്തിരിക്കുന്നു, നിന്റെ ആത്മാവിൽ എന്തിരിക്കുന്നു എന്ന് അറിയുവാൻ കഴിവുള്ള വചനമെന്ന വാൾ. അതിന്റെ പ്രത്യേകതയാണ് ഹൃദയത്തിലെ ചിന്തനങ്ങളെ ഭാവങ്ങളെയും വിവേചിക്കുന്നതാവും. നീ എന്ത് ചിന്തിക്കുന്നു, എന്ത് നിരൂപിക്കുന്നു എന്ന് വചനമായ വാളിന് തിരിച്ചറിവുണ്ട്. വചനത്തിന് മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഇത് റിട്ടൺ വേർഡ് എന്ന അർത്ഥത്തിലല്ല ഉപയോഗിക്കപ്പെടുന്നത്. പിന്നെന്താണ്? ഇറ്റേണൽ വേർഡ്, നിലനിൽക്കുന്ന വചനമായ യേശു കർത്താവ്. പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവൻ വചനമായ ജഡമെടുത്ത് എനിക്ക് മുമ്പായി നമുക്ക് വേണ്ടി ഈ ഭൂമണ്ഡലത്തിൽ ഇറങ്ങി വന്ന് നമുക്ക് സമനായി ഈ ഭൂമിയിൽ പാർത്ത് ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവൻ. അവന്റെ മുമ്പിൽ യാതൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. 12-ാം വാക്യം പൂർണ്ണമായിരുന്നു. 15-ഉം 16 വായിക്കണം. അപ്പൊ മറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കർത്താവിന് ഹിതമല്ലാത്തതെല്ലാം അതിൽ നിന്നെല്ലാം ഞാൻ സ്വതന്ത്രനാകണം കേട്ടോ. അതാണ് നമ്മൾ സ്തോത്രം റോമൻസ് 12:2 വായിച്ച ഭാഗം അതാണ് അല്ലേ? ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ എല്ലാ സംഭവങ്ങളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? ഈ ലോകത്തിന്റെ ഭയം, ദുഷ്യ ചിന്തകൾ, വേണ്ടാത്ത താല്പര്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം ഞാൻ സ്വതന്ത്രം. അതായത് എൻ്റെ ദേഹി ആത്മാവിൻ്റെ അകത്ത് ക്ലെൻസിങ് ഉണ്ടാകണം. അവിടെ ക്ലെൻസിങ് ഉണ്ടായാൽ എനിക്ക് അതിൽ എല്ലാ മേഖലയിലും ജയാളിയായി മാറുവാൻ കഴിയും. വെറും ജയാളിയല്ല, ജയാളികളെക്കാൾ ജയാളിയായി മാറുവാൻ കഴിയും. മോർ ദാൻ എ കോൺകറർ. കിട്ടുന്നുണ്ടോ? ജയാളികളെക്കാളും ജയാളിയായി എനിക്ക് മാറുവാൻ കഴിയുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ മേൽ, എൻ്റെ ദേഹിയുടെ മേൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായ അതായത് അരുതാത്തതെല്ലാം മാറി ആ ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട. ഹല്ലേലൂയ. 16-ാം വാക്യം ഒന്ന് വായിച്ചാൽ. 15 പൂർണ്ണമായോ? വായിച്ചാൽ. നമുക്കുള്ള മഹാപുരോഹിതൻ
നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവരല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരല്ല നമുക്കുള്ളത്. ഹല്ലേലൂയ. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതനെ കുറിച്ചാണ് മുമ്പ് നമ്മൾ പഠിച്ചതല്ല. ആ മഹാപുരോഹിതൻ യേശു കർത്താവ് എന്ന മഹാപുരോഹിതൻ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരത്രേ. ഏത് മേഖലയും നമ്മോട് കണക്കിനല്ല, പാപം എന്ന മേഖലയിൽ അല്ലേ, പാപമൊഴിയെ ബാക്കി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. ആ പുരോഹിതൻ എനിക്ക് വേണ്ടി ചിലത് ചെയ്തെടുക്കുമെന്ന തിരിച്ചറിവ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് ഭയത്തിന്റെ സാന്നിധ്യം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്തെ തക്ക സമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും നാം ധൈര്യത്തോടെ കേട്ടോ എങ്ങനെ ഈ ധൈര്യം എങ്ങനെ ഉണ്ടാകുന്നത്? ഇന്നർ ഹീലിംഗ് നടന്നാലേ ഉണ്ടാകത്തുള്ളൂ. ഇന്നർ ഹീലിംഗ് നടന്നാലേ ഉണ്ടാകത്തുള്ളൂ. ജുഡായിസത്തിന്റെ കഥകൾ പഠിച്ചുകൊണ്ടിരുന്നാൽ ഇന്നർ ഹീലിംഗ് ഉണ്ടാകത്തില്ല. യൂതമതത്തിന്റെ കഥ പഠിച്ചുകൊണ്ടിരുന്നാൽ അകത്തെ മനുഷ്യൻ എന്ന വിഷയത്തിൽ ബലപ്പെടത്തില്ല. അകത്ത് സൗഖ്യം ഉണ്ടാകണമെങ്കിൽ, അകത്ത് വിടുതൽ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന മഹത്തരമായ ധാനത്തെ, മഹാശക്തിയെ, മഹാദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ ഇറങ്ങി വരണം. എങ്കിലേ സ്പിരിറ്റ് സോൾ എന്ന മേഖലയിൽ, ആത്മാവ് ദേഹി എന്ന മേഖലയിൽ നീ ബലപ്പെടത്തുള്ളൂ. അങ്ങനെ ബലപ്പെട്ടാൽ നിനക്ക് ധൈര്യത്തോടെ കേട്ടോ കൃപാസിംഹാസനത്തിന്റെ അടുത്തേക്ക് കടന്നു വരാൻ പറ്റും. കടന്നു പോവാ മക്കളെ, എൻ്റെ അടുത്തോട്ട് പോവാ. ഒരാളും വേണ്ട, ഒരു കന്നുകാലികളെയും കൊണ്ടുവേണ്ട, കുറിപ്രാവിനെയും കൊണ്ട്. ഇവിടെ യാഗമില്ല, ഹോമമില്ല. ധൈര്യത്തോടെ എന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ വിളിക്കുന്ന ഒരുവനുണ്ട്. ആരെങ്കിലും ഈ ശബ്ദം കേട്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയവാതിൽ തുറന്നാൽ നിങ്ങളുടെ അകത്ത് യേശുവിന്റെ അകത്ത് നിങ്ങൾ എന്നൊരു അനുഭവത്തിലേക്ക് എത്തും. ഇതാണ് മിസ്റ്റിക്കൽ റെവലേഷൻ. നിഗൂഢ രഹസ്യത്തിന്റെ വെളിപ്പാടാണ്. ഹല്ലേലൂയ. ഞാനും എന്റെ പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞാനും ഒന്നാകേണ്ടതിന്. ഹല്ലേലൂയ. അങ്ങനെ ഒന്നായിരുന്നാൽ നിന്നെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയത്തില്ല. ഇന്ന വീട്ടിലെ ഇന്നാറ മകനെന്നുള്ള ഐഡന്റിറ്റിയിലല്ല നീ നിൽക്കേണ്ടത്. ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ സന്തതയാന്നുള്ള ഐഡന്റിറ്റി വേണം നിൽക്കേണ്ടത്. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തോടെ അങ്ങ് സ്തുതിക്കുന്നപ്പോൾ അങ്ങേ ആരാധിപ്പാനും അങ്ങയുടെ വചനം കേൾക്കുവാനും ഇന്നർ ഹീലിംഗ് എന്ന വിഷയം പഠിക്കുവാനും ഒക്കെ ഞാൻ കിടവന്നതിനെ ഓർത്ത് സ്തോത്രം. സാക്ഷ്യങ്ങളാൽ, അത്ഭുതങ്ങളാൽ ഓരോരുത്തരെ അങ്ങ് നിറയ്ക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. സ്വർഗത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈമിൽ ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, മഹാപുരോഹിതൻ നിങ്ങൾക്ക് വിടുതരുവാൻ കഴിവുള്ളവനാണ്. വചനമായ ദൈവം, പരിശുദ്ധയാത്മാവ്, പിതാവായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല. മറുപടികളാൽ നിങ്ങൾ നിറയപ്പെടട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.